വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഡൽഹി സന്ദർശന വിവാദത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി JP നഡ്ഡയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഡൽഹി സന്ദർശനത്തിന് തലേന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ കത്തിന്റെ വിശദാംശം മന്ത്രി വീണ ജോർജ് പുറത്തുവിട്ടു. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് CPIM വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയിട്ടും ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താതെ മടങ്ങിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വിവാദങ്ങൾക്കിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കും. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് വീണ ജോർജിന്റെ വിശദീകരണം. ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നെന്നും മന്ത്രി. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ തെറ്റാണോ? യാത്രയ്ക്ക് മുമ്പേ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി തേടി നൽകിയ കത്തിന്റെ വിശദാംശങ്ങളും വീണ ജോർജ് പുറത്തുവിട്ടു. കത്തിന് മറുപടി ലഭിച്ചില്ലെന്ന് വീണ ജോർജ്. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നത് താൻ അറിഞ്ഞില്ലെന്ന് JP നദ്ദയും. എന്നാൽ ഡൽഹി സന്ദർശനത്തിൽ വീണ ജോർജിനെതിരെ ആശാ വർക്കേഴ്സ് രംഗത്തെത്തി. മന്ത്രി പറഞ്ഞു എന്തെന്ന് ഇന്നത്തെ പത്രത്തിൽ കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടി അത് എത്രയാണെന്ന് അറിഞ്ഞാൽ ഉടനെ നടപടി എടുക്കുമെന്നാണ്. കേന്ദ്രത്തിൽ ഇൻസെൻറ്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓണറേറിയം ഇവിടെ കൂട്ടാനുള്ളത് എന്താണെന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് CPIM നിലപാട്. സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ആർക്കും സമരം ചെയ്യാം. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് UDF MPമാർ അനുമതി തേടിയത്. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരത്തിനിടെ ഒരാളുടെ ആരോഗ്യനില വഷളായി. ഷീജ R എന്ന ആശാ വർക്കറെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം 40 ദിവസം പിന്നിടുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിച്ച 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു 40 ദിവസം മുൻപ് ആശമാർ സമരം ആരംഭിച്ചത്. സമരത്തിന്റെ അടുത്ത ഘട്ടമായ നിരാഹാര സമരം തുടരുകയാണ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാര സമരമിരുന്ന ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശാ വർക്കർ ഷീജ R-നെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത്. ആരോഗ്യമന്ത്രിയുടേത് ആത്മാർത്ഥതയില്ലാത്ത സമീപനമെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാകുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് നിലപാട്. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം എന്നിവയാണ് സമരത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. MA ബിന്ദു, ഷീജ, തങ്കമണി എന്നിവരാണ് നിലവിൽ സമരത്തിന്റെ ഭാഗമായി നിരാഹാരമിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാനത്തിന് ഫണ്ട് വിനിയോഗ കാലാവധി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. ഈ വർഷം ഡിസംബർ 31 വരെ ഉപാധികളോടെയാണ് കാലാവധി നീട്ടിയത്. ഉപാധികളിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ച വായ്പയ്ക്ക് മാർച്ച് 31 കേന്ദ്രം സമയപരിധി നിശ്ചയിച്ചത്. ഇത് പ്രായോഗികമല്ലെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിനാണ് ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ക്ഷുഭിതരായത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച കോടതി ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയുടെ മുകളിലാണോ എന്നും ചോദിച്ചു. വായ്പാ വിനിയോഗത്തിന്റെ തീയതി മാർച്ച് 31 നിന്ന് ഡിസംബർ 31 മാറ്റിയെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതു സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാനും കോടതി കർശന നിർദ്ദേശം നൽകി. ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങിയെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 24 കൊച്ചി. കണ്ണൂർ കൈതപ്രം കൊലപാതകത്തിൽ പ്രതി ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. വിറകുപുരയിൽ നിന്നാണ് തോക്ക് കിട്ടിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ കൃത്യം നടത്തിയ തോക്ക് അത് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവാണ്. അത് അന്വേഷണ സംഘം കണ്ടെടുക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് ഈ കൊലക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈ ബാരൽ ഗൺ, ഈ തോക്ക് എന്നുള്ളത്. പക്ഷേ അത് കണ്ടെത്താൻ പോലീസിന് ഇന്ന്
രാവിലെ ഒന്നും സാധിച്ചിരുന്നില്ല. ഡോഗ് സ്ക്വാഡിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെ ഈ തോക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ രാവിലെ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ തോക്ക് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് അല്ലെങ്കിൽ എവിടെയാണ് വെച്ചതെന്ന് കൃത്യമായി സന്തോഷ് പോലീസിനോട് പറയുകയും ചെയ്തിട്ടില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വൈകിട്ടോടെയാണ് ഈ സന്തോഷിനെ തന്നെ ആ പ്രദേശത്ത്, അതായത് ഈ കൊലപാതകം നടന്ന പ്രദേശത്ത് എത്തിച്ചു. അതിനുശേഷം ആ സന്തോഷ് തന്നെയാണ് ഈ തോക്ക് വച്ചിരുന്ന സ്ഥലം കാണിച്ചു കൊടുത്തത്. അത് ഈ രാധാകൃഷ്ണൻ, കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ അമ്മയും ആ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിന് പുറകിലുള്ള ആ ഒരു വിറകുപുരയുണ്ട്. അവിടെയാണ് ഈ കൊലയ്ക്ക് ശേഷം ഈ തോക്ക് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ അവിടെയാണ് വെച്ചിരുന്നത്. അത് സന്തോഷ് തന്നെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ എന്തായാലും ആ തോക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ തെളിവാണ്. നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ തോക്ക് ഉപയോഗിച്ച് ആ നെഞ്ചിലേറ്റ വെടിയാണ് മരണകാരണമെന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. ആ നിർണായക തെളിവ് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ജുഡീഷ്യറിയെ ഞെട്ടിച്ച ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും വൻതോതിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് പോലീസ് സംഘമാണ് പണം കണ്ടെത്തിയത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചു. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് യാദൃച്ഛികമായി നടത്തിയ പരിശോധനയിലാണ് ഒരു മുറിയിൽ 15 കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിലുണ്ടായിരുന്നില്ല. കണക്കിൽപ്പെടാത്ത പണമാണെന്ന് മനസ്സിലാക്കിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉടൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. സംഭവം അറിഞ്ഞയുടൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൊളീജിയം വിളിച്ചു ചേർത്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. യശ്വന്ത് വർമ്മയോട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വിശദീകരണം തേടി. സുപ്രീംകോടതി ജഡ്ജിയും 2 ഹൈക്കോടതി ജഡ്ജിമാരുമടങ്ങുന്ന ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നു. അതേസമയം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു. അലഹബാദ് ഹൈക്കോടതിയിലേക്കുള്ള സ്ഥലം മാറ്റത്തിനെതിരെ ഹൈക്കോടതി ബാർ അസോസിയേഷൻ രംഗത്ത് വന്നു. കളങ്കിതർക്കായുള്ള ചവറുകൊട്ടയല്ല അലഹബാദ് ഹൈക്കോടതിയെന്ന് ബാർ അസോസിയേഷൻ പ്രതികരിച്ചു. 24 ഡൽഹി. മലപ്പുറത്ത് വിദ്യാർത്ഥി സംഘർഷവും കത്തിക്കുത്തും. താഴേക്കാട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 2 വിദ്യാർത്ഥികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്നത്തെ SLC പരീക്ഷയ്ക്ക് ശേഷമാണ് സ്കൂളിൽ സംഘർഷമുണ്ടായത്. കൃത്യമായ ആസൂത്രണത്തോടെ എത്തിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമായ കുട്ടികൾ. 9ാം ക്ലാസ് മുതൽ സ്കൂളിലെ ഒരു കൂട്ടം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളും മലയാളം മീഡിയം വിദ്യാർത്ഥികളും തമ്മിൽ നിലനിൽക്കുന്ന വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഇടയ്ക്കിടെ സ്കൂളിൽ വെച്ച് സംഘങ്ങളായി ഇവർ ചേരിതിരിഞ്ഞ് അടികൂടിയിരുന്നു. പരീക്ഷയ്ക്ക് മുൻപും സംഘർഷമുണ്ടായി. അന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിദ്യാർത്ഥി സ്വമേധയാ TC വാങ്ങിപ്പോയെങ്കിലും മറ്റെവിടെയും സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരികെ സ്കൂളിലേക്ക് തന്നെ എത്തി. SSLC പരീക്ഷ എഴുതാൻ മാത്രമാണ് പിന്നീട് അനുവദിച്ചത്. ഇന്നത്തെ SSLC പരീക്ഷ കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികൾ സംഘടിച്ചു. ഈ വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ഒരാള് അതിനോടി, അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണിയാ. അപ്പം അങ്ങനെ കത്തി ഉണ്ടാക്കാൻ മുമ്പ് അതേമാതിരി കുറെ കാലമായി ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട്. പെരിന്തൽമണ്ണ പോലീസ് 2 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ഒരു വിദ്യാർത്ഥിയെ കൂടി പിടികൂടാനുണ്ട്. സ്കൂൾ പ്രധാന അധ്യാപകനോട് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമുള്ളതാണെങ്കിലും ഗുരുതരമല്ല. 24 മലപ്പുറം. സംസ്ഥാനത്ത് ലഹരിവേട്ടയിൽ കൂടുതൽ പേർ പിടിയിൽ. മട്ടന്നൂരിൽ 220 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായി. കോട്ടയത്ത് പോലീസിനെ ആക്രമിച്ച ലഹരി സംഘത്തിലെ 6 പേരെ പിടികൂടി. കോട്ടയം മരങ്ങാട്ടുപള്ളിയിലാണ് പോലീസിന് നേരെ ലഹരി സംഘം ആക്രമണം നടത്തിയത്. കടപ്ലാമറ്റം വയലായിൽ ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. ലഹരി സംഘത്തിലെ 6 പേരെ മരങ്ങാട്ടുപള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ മട്ടന്നൂരിൽ 220 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായി. പയ്യപ്പറമ്പ് സ്വദേശി നിഷാദാണ് പിടിയിലായത്. ലഹരി വിൽപ്പനയ്ക്കായി ഇരിട്ടി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് പിടിയിലായത്. കോഴിക്കോട് വടകരയിൽ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിലായി. വില്യാപ്പള്ളി സ്വദേശി അബ്ദുൽ കരീം, ഭാര്യ റുഖിയ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 25 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. വീട്ടിൽ നിന്ന് കഞ്ചാവ് അളക്കുന്നതിനുള്ള ത്രാസും എക്സൈസ് കണ്ടെത്തി. ആലുവയിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തിയയാളെ എക്സൈസ് പിടികൂടി. ബംഗാൾ സ്വദേശി രജീഷ് ഷേഖിനെയാണ് പിടികൂടിയത്. 1.5 കിലോ കഞ്ചാവാണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത്.
അടൂരിൽ വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ യുവാവ് എക്സൈസ് സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അടൂർ ഏനാദിമംഗലം സ്വദേശി രഞ്ജിത്താണ് വീട്ടിൽ കഞ്ചാവ് വളർത്തിയത്. ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് 24. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. കോഴിക്കോട് താമരശ്ശേരിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങിയതായി സംശയം. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസിനെ ആശുപത്രിയിലേക്ക് മാറ്റി. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു സംഭവം, സമാനമായ സംഭവം ഉണ്ടായതാണ്. ഈ താമരശ്ശേരിയിലെ സംഭവം എന്താണ് മിഥില? റിജിത്ത്, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഈ പ്രതി, ഇപ്പോൾ പ്രതി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് MDMA വിഴുങ്ങി എന്നൊരു സംശയം പോലീസിനുണ്ട്. വീട്ടിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി, അക്രമാസക്തനായി വീട്ടിലുള്ളവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി. ആ സമയത്ത് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് വരുന്ന അറിഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. ഇതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങി എന്ന് നാട്ടുകാർ സംശയം പറയുന്നുണ്ട്. അത് പ്രകാരമാണ് താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസിനെ അല്പസമയം മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ പ്രാഥമിക വൈദ്യപരിശോധന നടത്തി കൂടുതൽ സ്ഥിരീകരണത്തിനും പരിശോധനയ്ക്കുമായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. MDMA വിഴുങ്ങി എന്ന ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കാരണം ഇത്തരത്തിൽ ഇയാൾ വിഴുങ്ങിയതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപ്രകാരമാണ് താമരശ്ശേരി പോലീസ് ഇയാളെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക പരിശോധനയ്ക്കായി എത്തിച്ചത്. പിന്നീട് ഇവിടെ നിന്നും കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. യുവാവ് ഇപ്പോഴും അക്രമാസക്തൻ തന്നെയാണ്. ലഹരി ഉപയോഗിച്ച ഒരു പ്രതീതി തന്നെയാണ് യുവാവിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയെല്ലാം നടക്കേണ്ടിയിരിക്കുന്നു. മുൻ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ കണ്ട് MDMA വിഴുങ്ങി യുവാവ് മരിച്ച ഒരു സംഭവം താമരശ്ശേരിയിൽ തന്നെയാണ്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെട്ട് മാതാവിനെ കൊന്ന സംഭവം, ഈ അടുത്ത് ഭാര്യയെ കൊന്ന സംഭവം, ഇതെല്ലാം തന്നെ ഉണ്ടായതും താമരശ്ശേരിയിൽ തന്നെയാണ്. താമരശ്ശേരി ഭാഗത്ത് വലിയ രീതിയിൽ ഇത്തരത്തിൽ MDMA അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ച് വടകര റൂറൽ SP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം എല്ലാ ദിവസവും പരിശോധന നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ കോഴിക്കോട് നഗരത്തിൽ വെച്ച് 58 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആ MDMA പിടികൂടിയ സംഘത്തിൽപ്പെട്ട MDMA പിടികൂടിയ പ്രതി ഈ താമരശ്ശേരി മേഖലയിൽ ഇത്തരത്തിൽ MDMA വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ MDMA വിഴുങ്ങി മരിച്ച ആ യുവാവ് ഷാനിദ്, അവൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ് നേരത്തെ പിടിയിലായിട്ടുള്ള മിർഷാദ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ താമരശ്ശേരി മേഖലയിൽ പോലീസിനെയും എക്സൈസിനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള റെയ്ഡുകൾ, പരിശോധനകൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട് അവർ. ഇപ്പോൾ ഈ ഒരു കേസ് കോഴിക്കോട് താമരശ്ശേരിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങി എന്ന സംശയത്തെ തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് നീക്കം നടത്തുകയാണ് പോലീസ്. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊച്ചി SRM റോഡിൽ മദ്യലഹരിയിൽ ഏറ്റുമുട്ടി യുവാക്കൾ നാട്ടുകാർക്ക് നേരെ കത്തികാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. നാട്ടുകാരിൽ ഒരാളെ ബോണറ്റിൽ ഇരുത്തി 1/2 കിലോമീറ്ററോളം കാർ ഓടിച്ചതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. SRM റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാക്കൾ തമ്മിലാണ് മദ്യപാനത്തിനിടെ തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്. ചോദ്യം ചെയ്യാനെത്തിയ നാട്ടുകാരെ 5 യുവാക്കൾ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി. യുവാക്കളെ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാരെ ഇടിച്ചു തെറിപ്പിച്ച സംഘം കാറുമായി കടന്നു. ഇവർ കത്തിയെടുത്ത വിഷയത്തിന് കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഇറങ്ങി തടഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് ആൾക്കാർ വന്നുകൊണ്ടപ്പോൾ ഇവർ കാറെടുത്ത് ഇവർ പോകണുണ്ട്. അതിനിടയിൽ ഒരാൾക്ക് കാറിൽ കയറാൻ പറ്റിയില്ല. ആ കക്ഷിയാണ് ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ പയ്യനെ ഇടിച്ച് അവൻ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ വീണുപോയി. 1 കിലോമീറ്ററോളം ബോണറ്റിൽ കിടന്ന് അവൻ വണ്ടി വിട്ടുപോയിട്ട് സൈഡിലേക്ക് മറിഞ്ഞു വീണാൻ രക്ഷപ്പെട്ടു വന്നു. നേരെ മറിച്ച് മുമ്പിലേക്ക് വീണെങ്കിൽ ഇന്ന് പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടാവില്ല, ജീവിച്ചിരിക്കില്ല. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. കാറിൽ രക്ഷപ്പെട്ട 2 പേർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിലെ MDMA വിൽപ്പന സംഘത്തിലെ പ്രധാനിയെ പിടികൂടിയ എക്സൈസ് സംഘം 58 ഗ്രാം MDMAയുമായാണ് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി മിർഷാദ് പിടിയിലായത്. പോലീസ് പരിശോധനയ്ക്കിടെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ്. രഹസ്യവിവരത്തെ തുടർന്ന് കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ വെച്ചാണ് അമ്പായത്തോട് സ്വദേശി പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താൻ പിടിയിലാവുന്നത്. ഇയാളിൽ നിന്ന് 58 ഗ്രാം MDMA പിടികൂടി. എക്സൈസിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. താമരശ്ശേരി മേഖലയിൽ MDMA വിൽപ്പന നടത്തുന്ന പ്രധാനിയാണ് ഇയാൾ. താമരശ്ശേരി ഭാഗങ്ങളിൽ സജീവമായിട്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന പ്രധാന കണ്ണിയാണ് ഇയാൾ. അപ്പം അവിടുത്തെ അക്രമ സംഭവങ്ങളിലെല്ലാം ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ട്. കാരണം ഇയാൾ വ്യാപകമായിട്ട് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന ആളാണ്. പോലീസിനെ കണ്ട് MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ്.
ലഹരിക്കടിമപ്പെട്ട് അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെയും ഭാര്യയെ കൊലപ്പെടുത്തിയ യാസിറിന്റെയും സുഹൃത്താണോ മിർഷാദെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 കോഴിക്കോട്. കർണാടക നിയമസഭയെ പിടിച്ചുകുലുക്കി ഹണി ട്രാപ്പ് വിവാദം കത്തുന്നു. വിഷയത്തിൽ നിയമസഭയിൽ സീഡികൾ ഉയർത്തി പ്രതിഷേധിച്ച 18 BJP MLA-മാരെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 48 MLA-മാർക്ക് നേരെ ഹണി ട്രാപ്പ് ശ്രമം നടന്നുവെന്ന മന്ത്രി KN രാജണ്ണയുടെ വെളിപ്പെടുത്തലിലാണ് വിവാദം കൊടുമ്പിരി കൊണ്ടത്. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ 48 MLA-മാർക്ക് നേരെ ഹണി ട്രാപ്പ് ശ്രമം നടന്നെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ ഇന്നലെ വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഹണി ട്രാപ്പ് സീഡികളും പെൻഡ്രൈവുകളും കൊണ്ട് നിറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് അന്വേഷണമില്ലെന്ന ചോദ്യമുയർത്തിയാണ് BJP JDS MLA-മാർ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. സീഡികൾ ഉയർത്തിക്കാട്ടി മുദ്രാവാക്യം മുഴക്കി. ബജറ്റിന്മേലുള്ള മറുപടി പ്രസംഗത്തിനിടെ പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ബഹളത്തിനിടെ നിയമസഭ പാസാക്കുന്ന ബില്ലിനെക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ടായി. സർക്കാർ കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിന് 4% സംവരണം നൽകുന്ന ബില്ലാണ് പാസാക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് BJP MLA-മാർ ബിൽ സ്പീക്കർക്ക് നേരെ കീറിയെറിഞ്ഞു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് സ്പീക്കർ 18 MLA-മാരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. ബലം പ്രയോഗിച്ചാണ് MLA-മാരെ സഭയ്ക്ക് പുറത്താക്കിയത്. പാസാക്കിയത് ഒരു ധനകാര്യ ബില്ലാണെന്നും സംവരണ ബിൽ അല്ലെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. 24 ബംഗളൂരു. എറണാകുളം കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ച സംഭവത്തിൽ കുട്ടികളുടെ മാതാവ് കസ്റ്റഡിയിൽ. മാതാവിന്റെ അറിവോടെയാണ് മാതാവിന്റെ ആൺസുഹൃത്ത് പെൺകുട്ടികളെ പീഡിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പീഡന വിവരം മറച്ചുവെച്ചതിന് കുട്ടികളുടെ മാതാവിനെതിരെ പുതിയ കേസെടുക്കും. കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാരെ ധനേഷ് പീഡിപ്പിച്ചത് കുട്ടികളുടെ മാതാവിന്റെ അറിവോടെ എന്നാണ് പോലീസ് കണ്ടെത്തൽ. കുട്ടികളുടെ മൊഴിയുടെയും പ്രതിയായ ധനേഷിന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പെൺകുട്ടികളുടെ മാതാവിനെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. പീഡന വിവരം മറച്ചുവെച്ചതിനും തുടർച്ചയായി പീഡിപ്പിക്കാൻ കൂട്ടുനിന്നതിനും മാതാവിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. താനും പെൺകുട്ടികളുടെ അമ്മയും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ടുണ്ടെന്നും പീഡന വിവരത്തെക്കുറിച്ച് അവർക്കറിയാമെന്നും പിടിയിലായ ധനേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ രഹസ്യമൊഴിയും ഇന്നലെ രേഖപ്പെടുത്തി. കുട്ടികളുടെ മനോനില വീണ്ടെടുക്കാൻ CWC കൗൺസിലിംഗ് നൽകും. തുടർ പഠനവും ഉറപ്പാക്കുമെന്ന് CWC ചെയർമാൻ വിൻസെന്റ് ജോസഫ് 24-നോട് പറഞ്ഞു. ഇത് CWCയുടെ നിയന്ത്രണത്തിൽ തന്നെ ഭാവി കാര്യങ്ങളെല്ലാം കുട്ടികളുടെ പഠനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും CWCയുടെ നിയന്ത്രണത്തിലായിരിക്കും. CWC എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ അതിലൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവില്ല. കുട്ടിയുടെ ഭാവി പഠനങ്ങളൊക്കെ ഒന്നും ബാധിക്കില്ല. ഇതിനോടകം തന്നെ പ്രതി ധനേഷിനെതിരെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. 24 കൊച്ചി. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.